ഇത് ഞാൻ മാത്രം മനസ്സിലാക്കിയ പോരല്ലോ, അമ്മയ്ക്ക് കൂടി മനസ്സിലാവണ്ടേ. ഇന്നിവിടെ ആരൊക്കെയോ ഗസ്റ്റുകളുണ്ട്. അവർക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസും മീറ്റും ഒക്കെ വാങ്ങണമെന്ന് രമാദേവി മാഡം പറഞ്ഞു. അത് വാങ്ങാനായിട്ട് പോവാ. അതിന് ആന്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? ഇപ്പൊ തന്നെ ആന്റിയുടെ ആരോഗ്യം ശരിയല്ല. കഴിഞ്ഞ ദിവസം ശ്വാസം എടുക്കാൻ വേണ്ടി പാടുപെടുന്നത് നമ്മളെല്ലാരും കണ്ടതല്ലേ. മാർക്കറ്റിലെ പൊടികൂടി ആവുമ്പോ തന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടില്ലേ? ഞാൻ തനിച്ചു പോകാനിരുന്നതാ. ഞാനും കൂടി വരുമെന്ന് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അനുസരിക്കാതെ പറ്റില്ലല്ലോ. ദേ കണ്ടില്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും വെറുതെ നടന്ന് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ വണ്ടിയിലേക്ക് കയറിയോ, ഞാൻ നിങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുവിടാം. അതൊന്നും സാരമില്ല, കേറിക്കോ. ഞാനല്ലേ പറയുന്നത്, കേറിക്കോ. കേറടോ. പിന്നെ ഇത് കണ്ട അടുക്കളക്കാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്ന വണ്ടിയല്ല. അടുക്കളക്കാരികൾ കാറിൽ ഞെളിഞ്ഞിരുന്നേ ചന്തയ്ക്ക് പോകും. ആ സൂപ്പർ. ആ വേണമെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ കൂടി വാങ്ങിച്ചു തരാം. അതാകുമ്പോ പറന്ന് നടക്കല്ലോ. ഞങ്ങൾ നടന്നു പോന്ന അപ്പഴേ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനു ഞങ്ങൾ നിർബന്ധിച്ചേ? ഇപ്പോ ഒരു ആവശ്യമില്ലാതെ വാങ്ങി കേൾക്കേണ്ടി വന്നില്ലേ? അല്ല, ഞാനിവരൊന്നും നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാവും. അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. തമ്പുരാട്ടിമാര് ഇനിയും പുറപ്പെട്ടില്ലേ? റോഡിൽ ഇറങ്ങി നിന്ന ബസ്സോ ഓട്ടോയോ കിട്ടും. അതീ കയറി പച്ചക്കറി വാങ്ങാൻ പോയാ മതി. നിന്ന് കറങ്ങാതെ ഗസ്റ്റുകൾ വരും മുമ്പ് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. അല്ല, എനിക്കൊരു സംശയം. നിന്റെ ഈ ദരിദ്രവാസി തള്ളക്ക് ജന്മനാ മിണ്ടാൻ ത്രാണിയില്ലാത്തതാണോ, അതോ നിന്റെ തന്ത ചെയ്ത അരുൺ കൊലകൾ കണ്ടിട്ട് നാക്ക് താന്നു പോയതാണോ? മോക്ക് ഉടച്ച് ശരിക്കൊരെണ്ണം കിട്ടിയാലുണ്ടല്ലോ നിന്റെ സംസാരശേഷി നഷ്ടപ്പെടും. കാണണോ നിനക്ക്? എടി, ആദ്യം പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. പണം മാത്രം ഉണ്ടായ പോരാ, സംസ്കാരം വേണം. ഓ, വലിപ്പ ചെറുപ്പം ഇല്ലാതെ ആളുകളോട് പെരുമാറാൻ പഠിക്കണം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന നിന്നെ പോലുള്ളവർക്കെ അതൊന്നും കാണില്ല. അമ്മ വാ, ഇനി ഇവിടെ നിന്ന് നിന്റെ സർവ്വ നിയന്ത്രണവും പോവും. ചിലപ്പോ ഞാൻ ഇവിടെ കാരണക്കൊച്ചി അടിച്ച് പൊളിച്ചെന്നും വരും. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? ദിവസവും ഫോണിലൂടെ സംസാരിക്കുമ്പോ സുഖമുണ്ടെന്നാണ് അച്ഛൻ പറയാറ്. അല്ലാതെ കക്ഷിയെ കാണാൻ കിട്ടണ്ടേ? അച്ഛൻ എപ്പോഴും ബിസിയാ. ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ, അവരുടെ തിരക്ക് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇവർക്കൊക്കെ അച്ഛനെ വലിയ പേടിയാ. പക്ഷെ എനിക്കങ്ങനെയല്ല. അല്ല, അച്ഛൻ ശരിക്കും ഇവളാണ് കേട്ടോ പേടി. അത് പിന്നെ ഇളയ മകള് പെൺകുട്ടിയാവുമ്പോ സാധാരണ അച്ഛന്മാരെല്ലാരും അവളെ എപ്പോഴും ലാളിക്കാറാണ് പതിവ്. മറ്റെന്തിനേക്കാളും പെൺമക്കളോട് അച്ഛന്മാർക്ക് വാത്സല്യം കൂടുതലായിരിക്കും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ദക്ഷമോള് ഏതാണ്ട് എന്നെ പോലെ തന്നെയാ. എനിക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് നടന്നിരിക്കണം. ആരും എന്നെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അതുപോലെ തന്നെയാ ദക്ഷമോളും.
അത് ആന്റി പറഞ്ഞത് 100% കറക്റ്റ്. ദേ കോളേജിൽ ഞാൻ ആരോടൊപ്പം കൂട്ടുകൂടണമെന്നും ആരോടൊപ്പം കൂട്ടുകൂടുണ്ടെന്നും തീരുമാനിക്കുന്നത് ഇവളാ. ആ തീരുമാനം കഴിഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നാൽ നടക്കുന്നത് 3-4 ലോക മഹായുദ്ധമായിരിക്കും. മഹി സാർ എവിടെ ആന്റി? ഞാൻ കണ്ടില്ല. അവൻ റൂമിൽ എവിടെയെങ്കിലും കാണും. ഇപ്പൊ ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ മഹി സാറിന്റെ റൂമിലേക്ക് പോയി കണ്ടോളാം. ആ, സത്യത്തിൽ ഞാനിവിടെ വന്നത് തന്നെ മഹി സാറിനെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയാണല്ലോ. മഹി സാറല്ല, മഹി. നിങ്ങൾ രണ്ടാളും ഇവിടേക്ക് വന്നത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആ, പറഞ്ഞിട്ട് വരാമായിരുന്നു. ഞങ്ങൾ പറയാതെ വന്നത് അങ്കിൾ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മോളെ. മോക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇനി ഇത് നിന്റെ വീട് തന്നെ ആണല്ലോ. എന്നാലും വിവാഹത്തിന് മുമ്പ് പയ്യന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുമ്പോ അതിന് ചില നടപടിക്രമങ്ങളും നാട്ടുനടപ്പൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം പഴയ സിസ്റ്റം അല്ലേ അങ്കിൾ? ഇക്കാലത്ത് അത് കാര്യങ്ങൾ നോക്കാറുണ്ടോ? ഇവിടെ ഒന്നിച്ച് ജീവിക്കേണ്ടവര് ഞങ്ങൾ രണ്ടുപേരും അല്ലേ? ഇവിടെ ശരിക്കും പരിചയപ്പെടേണ്ടതും പരസ്പരം മനസ്സിലാക്കേണ്ടതും ഞങ്ങൾ തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നതാണല്ലോ അതിന്റെ ശരി. ആന്റി എന്ത് പറയുന്നു? മോള് പറഞ്ഞതാണ് ശരി. ദാ അവിടെയാ മഹിയുടെ റൂം.